ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കല്യാണത്തിനൊക്കെ വിളമ്പുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. കുടംപുളിയൊക്കെ ഇട്ട് വറ്റിച്ച് വയ്ക്കുന്ന നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ടേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ മീൻ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന ഒരു മീൻ കറിയാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ എനിക്കിതിൻ്റെ പേരറിയത്തില്ല കേട്ടോ. പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. നല്ല നിറയെ ചെതുമ്പലൊക്കെ ഉള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നല്ല മാംസമൊക്കെ ഉള്ള മീനാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പേരെനിക്ക് ഒട്ടും അറിയാൻ വയ്യ കേട്ടോ. അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറി മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുകോ ഉലുവ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് ചതച്ചതാണ് കേട്ടോ. ചതച്ചത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്കൊരു 6-7 ചുമന്നുള്ളിയാണ്, അതും കൂടി ചതച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് പേസ്റ്റ് ആക്കണ്ട കേട്ടോ. ചെറുതായിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇടിക്കുന്ന കല്ലുണ്ടല്ലോ അതിലിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു തക്കാളിയാണ്, അത് നല്ലപോലെ മിക്സിയിലിട്ടൊന്ന് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് പേസ്റ്റാക്കി ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഇനി നമുക്കിതിൽ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി നമ്മൾ കുടംപുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തോട് കൂടി ചെന്ന് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു മീൻ കറി തിക്കായിട്ടൊക്കെയാണ് ഞാൻ വെക്കുന്നത്. കാരണം കല്യാണ സദ്യക്കൊക്കെ ഒരുപാട് വെള്ളമില്ലാതെ തിക്കായിട്ടുള്ള രീതിയിലാണല്ലോ നമ്മൾ ചാറോട് കൂടിയാണ് വെക്കുന്നത്. ഒരുപാട് ചാറില്ലാതെ തിക്ക് ഗ്രേവി ആയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയൊക്കെ ചേർത്ത് കറി നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കാം. മീനിട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് അങ്ങ് അടച്ച് വയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് ആ തീയിൽ കിടന്ന് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് ചാറൊക്കെ വറ്റി കുറുകി വരും. ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് വേണം വെക്കാൻ. തവിയിട്ട് ഇനി ഇത് ഇളക്കിയ മീൻ പൊടിഞ്ഞു പോവും. നമുക്കിതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ കറി 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ചൂടും ആ ഒരു ആവിയൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കല്യാണ സദ്യക്കൊക്കെ വിളമ്പുന്ന ആ മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി കാണാം. അസ്സലാമു അലൈക്കും.